വേദിയിലിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് പി ജയരാജൻ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കളെ, പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, ലോകവും രാജ്യവും ഏറ്റവും കലുഷിതമായ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ഇത്തരത്തിലുള്ളൊരു പരിപാടിയിൽ നമ്മളിവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ സഹായത്താൽ, അമേരിക്കയുടെ പിന്തുണ നൽകിക്കൊണ്ട് ഇസ്രയേൽ പാലസ്തീനിൽ നടത്തുന്ന വംശഹത്യ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ അവസാനമായി പാലസ്തീനിൽ നിന്നും നമ്മൾ കേൾക്കുന്ന വാർത്ത ഓരോ 52 മിനിറ്റിലും ഒരു കുട്ടി കൊല്ലപ്പെടുന്നു എന്നുള്ള വാർത്തയാണ്. 70,000-ഓളം വരുന്ന മനുഷ്യജീവനുകൾ അവിടെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഈ യുദ്ധസമാനമായ അന്തരീക്ഷത്തെ തുടർന്ന് നിലനിൽക്കുകയാണ്.
ഇത്തരത്തിൽ ലോകത്താകമാനം വലിയ യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്ന സമയത്ത് ലോകത്താകമാനം പാലസ്തീനോട് അവരുടെ പ്രശ്നങ്ങളിലേക്ക് യോജിക്കുന്ന രീതിയിലേക്കുള്ള നിലപാട് സ്വീകരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഭരണാധികാരികൾ, RSS, സംഘപരിവാര ശക്തികൾ, അതിന് നേതൃത്വം കൊടുക്കുന്ന ഈ രാജ്യത്തിനകത്തുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേലിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇന്ത്യ രാജ്യത്തിനകത്തുള്ള ഓരോ പൗരനെ സംബന്ധിച്ചോളവും അപമാനകരമായിട്ടുള്ള സാഹചര്യമാണ്. ഇവിടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്തിനകത്തുള്ള കർഷകരെയും തൊഴിലാളികളെയും യുവജനങ്ങളെയും എല്ലാവരെയും പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് ഈ ഭരണ സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത്. RSS ഈ രാജ്യത്തിനകത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഈ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കണമെന്നുള്ള അവരുടെ പ്രഖ്യാപനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേറ്റിട്ടുള്ള വലിയ തിരിച്ചടി, ആ തിരിച്ചടിയുടെ ഒരു പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിന്റെ ഭാഗമായി മാത്രമാണ് ഈ രാജ്യത്തിനകത്തുള്ള മുഴുവൻ ജനവിഭാഗങ്ങളെയും വേർതിരിക്കുന്ന സമീപനത്തിലേക്ക് ഈ രാജ്യം ഭരിക്കുന്ന സംഘപരിവാര ശക്തികൾ RSS ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് സൂചിപ്പിക്കാൻ വേണ്ടി കഴിയും. സഖാവ് തെയ്യൻ സ്മാരക മന്ദിരം, ആ തെയ്യൻ സ്മാരക മന്ദിരത്തിന്റെ അന്ന് നിർമ്മിച്ചതിന് ശേഷം നിരവധി ഘട്ടങ്ങളിലായി ഇവിടുത്തെ റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലം വിട്ടുകൊടുക്കുകയും അതിന്റെ ഭാഗമായി ബിൽഡിംഗ് ഉൾപ്പെടെ വിട്ടുകൊടുത്ത് അതിന്റെ ഭാഗമായി നമുക്ക് ബിൽഡിങ്ങിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഏറ്റവും നല്ല സംവിധാനങ്ങളോടുകൂടിയുള്ള ഇരുനിലയുള്ള കെട്ടിടമാക്കി മാറ്റുകയാണ് ഈ പ്രദേശത്തിനകത്തുള്ള അനുഭാവി സഖാക്കൾ ഉൾപ്പെടെയുള്ള അവരുടെ എല്ലാവരുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമായി ഇന്ന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടമാക്കി മാറ്റാൻ സാധിച്ചു എന്ന് നമുക്ക് ഏറ്റവും അഭിമാനകരമാണ്. ഈ കെട്ടിടത്തെ സംബന്ധിച്ചോളം 1987 സ്ഥാപിച്ച അന്നുള്ള പാർട്ടി നേതാക്കളായിട്ടുള്ള അഭിവൃദ്ധരായ സഖാക്കൾ VK ഗോപാലൻ, TP പത്മനാഭൻ മാസ്റ്റർ, KC നായർ, TP ബാലകൃഷ്ണൻ നായർ, P സാമിയേട്ടൻ, TC കുട്ടുപ്പു വൈദ്യർ, VK സരോജിനി, N ശ്രീമാനുണ്ണി നായർ ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള പാർട്ടി സഖാക്കളുടെയും നേതാക്കളുടെയും ആ കാലഘട്ടത്തിൽ നിന്നാണ് ഇന്ന് വലിയ ബഹുജന അടിത്തറയോടുകൂടി അന്നുള്ള ബ്രാഞ്ചിൽ നിന്നും ഇന്ന് വലിയ വിപുലപ്പെടുത്തിക്കൊണ്ടുള്ള ബ്രാഞ്ചുകൾ രൂപീകരിച്ചുകൊണ്ട് ഇവിടുത്തെ ഈ ഓഫീസിന്റെ പ്രവർത്തനം നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ എൻ്റെ ചുമതലയിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഏറ്റവും മനോഹരമായി ഇവിടെ തീർത്ത ഈ കെട്ടിടം നമുക്ക് ഈ നാടിന് സമർപ്പിച്ചത് കണ്ണൂരിന്റെ ഈ കേരളത്തിനകത്തും RSSനെതിരായിക്കൊണ്ട് ശബ്ദിച്ചുകൊണ്ട് ഈ കേരളത്തിനകത്തുള്ള വർഗീയ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുന്ന അതിന്റെ ഇരകൂടിയായിട്ടുള്ള ഒരു തിരുവോണ നാളിൽ RSSകാർ കടന്നാക്രമിച്ച് വീടിനകത്ത് കയറി മരിച്ചു എന്ന് ബോധ്യപ്പെട്ടു എന്ന് പറയുന്ന പോലെ തിരിച്ചു പോകുന്ന സാഹചര്യത്തിൽ നിന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് P ജയരാജൻ ഇവിടെ ഇന്ന് നമ്മളുടെ വേദിയിലേക്ക് നിരവധിയായിട്ടുള്ള ആ സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അതിനെ കരുത്തു പകർന്നുകൊണ്ട് നമ്മളുടെ ഇടയിൽ ഈ കേരളത്തിന്റെ ഇടയിൽ ഉജ്ജ്വലനായിട്ടുള്ള
പോരാളിയായി ഇന്ന് കേരളത്തിന്റെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം സംഘടിപ്പിക്കുന്ന സഖാവ് പി ജയരാജേട്ടനാണ് നമ്മളെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനാർഹമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തെ ഏറ്റവും അഭിമാനത്തോടുകൂടി ചാത്തങ്കാവിന്റെ പ്രിയപ്പെട്ട ഈ പൗരാവലിക്ക് വേണ്ടി ഏറെ സ്നേഹത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ സഖാവ് പി കെ പ്രേമേട്ടൻ ഇതിന്റെ മറ്റ് എല്ലാ സഹായങ്ങൾക്കും ഈ പാർട്ടി ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ഇതിന്റെ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്ന നമ്മുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് പി കെ പ്രേമേട്ടനെ ഏറെ സ്നേഹാദരങ്ങളോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി നമ്മുടെ പ്രിയപ്പെട്ട ഈ ഓഫീസിന്റെ നിർമ്മാണ ഘട്ടത്തിൽ ഓരോ ഘട്ടത്തിലും ഇതിന്റെ എല്ലാ കാര്യങ്ങൾക്കകത്തും ശ്രദ്ധ കാണിക്കുന്ന പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സഖാവ് പി ഷൈപ്പേട്ടൻ, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള സഖാവിനെ ഏറെ സ്നേഹാദരങ്ങളോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പാർട്ടിയുടെ കുന്നമംഗലം ലോക്കൽ സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായിട്ടുള്ള സഖാവ് എം സുധീഷ് കുമാർ ഈ പാർട്ടി ഓഫീസിന്റെ പ്രവർത്തനത്തിൽ ആദ്യാവസാനം വരെ നമ്മുടെ പ്രദേശത്തിനകത്തുള്ള എന്താണോ ഈ ഓഫീസ് ഈ രീതിയിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ, ആ സഹായങ്ങൾക്ക് മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഇതിനു വേണ്ടി ചുക്കാൻ പിടിച്ച പാർട്ടിയുടെ കുന്നമംഗലം ലോക്കൽ സെക്രട്ടറി സഖാവ് എം സുധീഷ് കുമാറിനെ ഔപചാരികതയുടെ പേരിൽ മാത്രം ഈ പരിപാടിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട കുന്നമംഗലം നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് പി ടി റഹീം അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹാദരങ്ങളോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സഖാവ് MK മോഹൻദാസ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സഖാവിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വി അനിൽകുമാർ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം, ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുള്ള ഇതിന് നേതൃത്വപരമായി പങ്കുവച്ചിട്ടുള്ള സഖാവ് വി അനിൽകുമാർ അനിയേട്ടനെയും ഈ പരിപാടിക്കകത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ സഖാവ് കെ ശ്രീധരേട്ടൻ, അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്നേഹാദരങ്ങളോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി നേതാക്കൾ സഖാക്കൾ കെ സുരേഷ് ബാബു, കെ മോഹനൻ, പി ഉണ്ണികൃഷ്ണൻ, വിനീത പി, രജയ് MM, അതോടൊപ്പം തന്നെ ഈ സ്വാഗത സംഘത്തിന്റെ ട്രഷററായി പ്രവർത്തിക്കുന്ന സഖാവ് സി സുനിത ഉൾപ്പെടെയുള്ള മുഴുവൻ സഖാക്കളെയും ഈ പരിപാടിയിലേക്ക്, അതോടൊപ്പം തന്നെ ഈ ചാത്തങ്കാവ് പ്രദേശത്തിനകത്തും ഈ സഖാവ് PJ കാണാൻ ഇവിടെ എത്തിച്ചേർന്ന, മറ്റു സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന ഇവിടുത്തെ പാർട്ടി കുടുംബങ്ങളായിട്ടുള്ള സഖാക്കൾ എല്ലാവരെയും ഒറ്റവാക്കിൽ, നേരത്തെ പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള സഖാക്കൾ, മുൻകാലങ്ങളിൽ ഈ പ്രദേശത്തിന് പാർട്ടിയെ നയിച്ച സഖാക്കൾ, അവരെല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹാദരങ്ങളോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി CPM-ന്റെ കുന്നമംഗലം ലോക്കൽ സെക്രട്ടറി സഖാവ് MM സുധീഷ് കുമാറിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. സഖാക്കളെ, നമ്മളേറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് സഖാവ് പി ജയരാജേട്ടൻ്റെ വാക്കുകൾ കേൾക്കാനാണ്. നമ്മുടെ പാർട്ടി ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിനിടെ ഏറെ തിരക്കിനിടെ എത്തിച്ചേർന്ന സഖാവിനെ ഈ ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഖാക്കളെ, CPM-ന്റെ ചാത്തങ്കാവ് ബ്രാഞ്ചിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള നവീകരിച്ച തെയ്യൻ സ്മാരക മന്ദിരം നേരത്തെ ജനങ്ങളുടെ സാന്നിധ്യത്തിൽ
ഉദ്ഘാടനം ചെയ്തതായി ഞാൻ ആദ്യമായും അറിയിക്കുകയാണ്. ഈ മന്ദിരം നേരത്തെ പാർട്ടിയുടെ അഭിവന്ദ നേതാവ് കേളുവട്ടനാണ് ഉദ്ഘാടനം നിർവഹിച്ചിരുന്നത്. അതിനുശേഷം ഇന്നത്തെ കാലത്തിനനുസരിച്ച് ഈ മന്ദിരം നവീകരിച്ചാൽ മാത്രമേ പാർട്ടി പ്രവർത്തനത്തിന് സഹായകരമായ നിലയിൽ ഒരു ഓഫീസ് ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. സൗകര്യങ്ങൾ അതനുസരിച്ച് വിപുലപ്പെടുത്തണം എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നവീകരിച്ച കെട്ടിടം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി സഹായിച്ച, അതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും പാർട്ടിക്ക് വേണ്ടി ഞാൻ ഹാർദമായി അഭിവാദ്യം ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം, CPM-ന് ബ്രാഞ്ചുകൾക്ക് ഓഫീസുണ്ട്. ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, കേന്ദ്ര കമ്മിറ്റി എല്ലാത്തിനും ഓഫീസുകളുണ്ട്. മിക്കവാറും അവയെല്ലാം സ്വന്തം കെട്ടിടങ്ങളാണ്. അതുകൊണ്ട് ചില വിരുദ്ധന്മാർ പാർട്ടിയെക്കുറിച്ച് പറയുന്നത് പാർട്ടിയാണ് ഏറ്റവും വലിയ ജമ്മി എന്നാണ്. കാരണം അത്രയേറെ കെട്ടിടങ്ങൾ. പക്ഷേ ഈ കെട്ടിടങ്ങളെല്ലാം എങ്ങനെയാണ് നിർവഹിക്കുന്നത്? നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, ഇവിടുത്തെ ബ്രാഞ്ചിന് ഒരു കെട്ടിടം വേണം, അതിന് സ്ഥലം സംഭാവന ചെയ്യണം. അങ്ങനെയാണ് ഇവിടുത്തെ അഭിവന്ദനായിട്ടുള്ള തെയ്യൻ മൂപ്പരുമായി സംസാരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥലം ലഭ്യമായത്. അവിടെ കെട്ടിടം നിർമ്മിച്ചതാവട്ടെ ഈ നാട്ടിലുള്ള ജനങ്ങളുടെ സഹായത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇങ്ങനെയാണ് ഓരോ സ്ഥലത്തും പാർട്ടിയുടെ ഓഫീസുകൾ നിർമ്മിക്കുന്നത്. ജനങ്ങളുടെ സംഭാവനയാണ്. അതുകൊണ്ട് CPM-ൻ്റെ കയ്യിലുള്ള സ്വത്ത് ജനങ്ങളുടെ സ്വത്താണ്. ഓരോ പ്രദേശത്തും പാർട്ടിക്ക് ഓഫീസ് വേണമെന്ന് പറഞ്ഞാൽ ഓഫീസ് നിർമ്മിക്കാൻ സഹായിക്കുന്നതിൽ CPM അനുഭാവികൾ മാത്രമല്ല, പാർട്ടി ഇതരരുടെയും സംഭാവനകളുണ്ട്. കാരണം CPM-ൻ്റെ ഓഫീസുകൾ പാർട്ടി അനുഭാവികളുടെ മാത്രമല്ല, പാർട്ടി ഇതരരുടെയും പ്രശ്നങ്ങൾക്ക് വേണ്ടി സമീപിക്കാൻ പറ്റുന്ന ഒരു പൊതുകേന്ദ്രമായിട്ടാണ് ഇപ്പോൾ വികസിച്ചു വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും പാർട്ടി പ്രവർത്തകന്മാരും ബന്ധുക്കളും മുൻകൈ എടുക്കുമ്പോൾ ഈ പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടി ഇതരരായിട്ടുള്ള ആളുകളും സഹായിക്കും. അവരോടെല്ലാം പാർട്ടി കൃതജ്ഞത പ്രകടിപ്പിക്കുകയാണ്. ഇത് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് ഒട്ടേറെ പാർട്ടികൾ, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, ആദ്യമായിട്ടുള്ള നിരവധി പാർട്ടികൾ. ആ പാർട്ടികളിൽ നിന്നെല്ലാം ഭിന്നമായിട്ടുള്ള പാർട്ടിയാണ് CPI. എന്തുകൊണ്ട്? ഈ പാർട്ടി രാജ്യത്തിലെ പ്രമുഖമായിട്ടുള്ള ഒരു ഇടതുപക്ഷ പാർട്ടിയാണ്. മാർക്സിസം ലെനിനിസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് CPIM പ്രവർത്തിക്കുന്നത്. മാർക്സിസം ലെനിനിസമാകുന്ന പൊതു സിദ്ധാന്തം ഇന്ത്യയുടെ സവിശേഷ പരിതസ്ഥിതിയിൽ പ്രയോഗത്തിൽ വരുത്താനാണ് ഇന്ത്യയിലെ CPIM പരിശ്രമിക്കുന്നത്. ആ നിലക്ക് ഇന്ത്യയിലെ പ്രമുഖമായിട്ട് ഇടതുപക്ഷ പാർട്ടികളാണ്. നമ്മുടെ രാജ്യത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ ചിലത് വലതുപക്ഷ പാർട്ടികളാണ്. BJP ഒരു വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ്. കോൺഗ്രസ് ഒരു വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ്. സുഹൃത്തുക്കളെ, എന്താണ് വലതുപക്ഷവും ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം? ചിലർ പറയും എനിക്ക് പാർട്ടിയൊന്നുമില്ല, എല്ലാ പാർട്ടിയും ഒരുപോലെയാണ്. ആണോ? ലോകത്ത് പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ രൂപപ്പെട്ടപ്പോൾ ജനപ്രതിനിധികൾ സമ്മേളിക്കുന്ന ആ ജനായത്ത സഭയിൽ ഇടതുപക്ഷത്തിരിക്കുന്നവരെയാണ് ഇടതുപക്ഷക്കാരെന്ന് വിശേഷിപ്പിച്ചത്. അവർക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. സമൂഹത്തിലെ തൊഴിലാളികൾ, കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ, പാവപ്പെട്ടവർ, ഇവരുടെയൊക്കെ താല്പര്യങ്ങൾക്ക് വേണ്ടി പാർലമെന്റിന്റെ വേദി ഉപയോഗിച്ചവരാണ് ഇടതുപക്ഷത്തിരിക്കുന്ന ജനപ്രതിനിധികൾ. അങ്ങനെയാണ് ലോക രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം രൂപപ്പെടുന്നത്. ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്.
എന്താണ് വലതുപക്ഷം? യാതൊരു സംശയവുമില്ല, നമ്മുടെ ലോകത്തിലെ സമ്പന്നന്മാരുടെ താല്പര്യം, സാമ്രാജ്യത്വത്തിൻ്റെ താല്പര്യം, മൂലധന ശക്തികളുടെ താല്പര്യം, ജനങ്ങളെ കൊള്ളയടിക്കുന്നവരുടെ താല്പര്യം, ഇതാണ് വലതുപക്ഷം പൊതുവിൽ സ്വീകരിക്കുന്നത്. ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള ഒരു വലതുപക്ഷ പാർട്ടിയാണ് രാജ്യം ഭരിക്കുന്നത്. അതോടൊപ്പം സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറെക്കാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസും മറ്റൊരു വലതുപക്ഷ പാർട്ടിയാണ്. പക്ഷെ അവരിപ്പോൾ പ്രതിപക്ഷത്താണ്. ഇന്ത്യ ഭരിക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില പ്രത്യേകതയുണ്ട്, മറ്റു പാർട്ടിക്കില്ലാത്തൊരു പ്രത്യേകത. സുഹൃത്തുക്കളെ, എന്താ പ്രത്യേകത? അത് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം. BJPക്ക് സ്വന്തമായിട്ട് നിലപാടില്ല. സാധാരണ നമ്മളൊക്കെ സ്വന്തം നിലപാട് ഉയർത്തിപ്പിടിക്കും. പക്ഷെ BJPക്ക് സ്വന്തമായിട്ട് നിലപാടില്ല, സ്വന്തമായിട്ട് കാലില്ല എന്ന് പറയും. ആ കാല് ആരുടേതാണ്? രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ കാലിലാണ് BJP എന്ന രാഷ്ട്രീയ പാർട്ടി നിൽക്കുന്നത്. അതുകൊണ്ട് RSS ഇരിക്കുമ്പോൾ BJP ഇരിക്കും, RSS കിടക്കുമ്പോൾ BJP കിടക്കും. ഇതാണ് RSSും BJPയും തമ്മിലുള്ള ബന്ധം. RSSന്റെ ആസ്ഥാനം മഹാരാഷ്ട്രയിലെ നാഗ്പൂരാണ്. BJPയുടെ ആസ്ഥാനം ഡൽഹിയിലാണ്. ഡൽഹിയിൽ നല്ല തീരുമാനമെടുക്കുന്നത്, പിന്നെയോ തീരുമാനമെടുക്കുന്നത് നാഗ്പൂരിൽ നിന്നാണ്. അവിടെ നിന്ന് ഫത്വകൾ പുറപ്പെടുവിക്കും, ശാസനകൾ പുറപ്പെടുവിക്കും. അതനുസരിക്കാൻ മാത്രം ബാധ്യസ്ഥമായിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണ് BJPയുടെ നേതാക്കന്മാർ. നിങ്ങൾ നോക്കൂ, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മോദി. ആരാ മോദി? ഇപ്പോൾ പ്രധാനമന്ത്രി പദത്തിലാണ്. നേരത്തെ ആരായിരുന്നു? ഒരു സ്വയം സേവകനായിരുന്നു. എന്ന് പറഞ്ഞാൽ കാക്കി ട്രൗസർ ഇപ്പോൾ പാൻസാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ കാക്കി ട്രൗസർ അല്ലെങ്കിൽ പാൻസ്, വെള്ള ഷർട്ട്, കറുത്ത തൊപ്പി, ദണ്ഡ. മാർച്ച് ചെയ്യുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? അമ്മാതിരി മാർച്ച് ചെയ്യുന്ന ഒരു വിദ്വാനാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്നത്. എന്തിനാണ് ഇവർ ദണ്ഡ എടുക്കുന്നത്? അവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ രാജ്യത്തിലെ ശത്രുക്കളെ നേരിടാനാണ്, ആഭ്യന്തര ശത്രുക്കളെ നേരിടാൻ. ആരാണ് ആഭ്യന്തര ശത്രുക്കൾ? യാതൊരു സംശയവും വേണ്ട. RSSന്റെ ആചാര്യനായിട്ടുള്ള ഗുരുജി ഗോൾവാൾക്കർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, 3 ആഭ്യന്തര ശത്രുക്കൾ. ഒന്ന് മുസ്ലിങ്ങൾ, മറ്റൊന്ന് ക്രിസ്ത്യാനികൾ, മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റുകൾ. അവരെ നേരിടാനാണ് ഈ ദണ്ഡ. 1925 RSSന് രൂപം കൊടുക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് 22 വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട RSS സംഘടിപ്പിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്തായിരുന്നു? മഹാരാഷ്ട്രയിൽ ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനം. നോക്കണം നിങ്ങൾ, ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനം. ഇന്ത്യയിലുടനീളം ദളിതന്മാർ, പട്ടികജാതിക്കാർ, പിന്നോക്കക്കാരൊക്കെ ജാതി വിവേചനത്തിനെതിരായിട്ട് വലിയ പ്രക്ഷോഭം നടത്തുന്ന കാലം. എന്ന് മാത്രമല്ല, ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് രാജ്യത്തിലെ നിയമവ്യവസ്ഥ അടങ്ങിയിട്ടുള്ള ഒന്ന് പുസ്തകമുണ്ട്. അതിൻ്റെ പേരാണ് മനുസ്മൃതി. ആ മനുസ്മൃതി കത്തിക്കുന്ന പ്രസ്ഥാനം എവിടെയൊക്കെ? അന്ന് മദുരാശി സംസ്ഥാനത്തിൻ്റെ ആസ്ഥാനമായിട്ടുള്ള മദ്രാസ് പട്ടണത്തിൽ, മഹാരാഷ്ട്രയിൽ, ബോംബെയിലൊക്കെ മനുസ്മൃതി കത്തിച്ചുകൊണ്ട് അസമത്വത്തിനെതിരായിട്ടുള്ള, സമത്വത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ട കാലത്താണ് ദണ്ഡയുമായിട്ട് RSSകാർ പുറപ്പെടുന്നത്. നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളെ അടിമകളെപ്പോലെ കണക്കാക്കി അടക്കി ഭരിച്ചിരുന്ന ജാതി മേധാവിത്വം, സവർണ മേധാവിത്വം, ആ മേധാവിത്വം കാണിച്ചിട്ടുള്ള ക്രൂരതകൾക്ക് കയ്യും കണക്കുമില്ലായിരുന്നു എന്നത് ചരിത്ര സത്യമാണ്. അപ്പൊ അവര് ദളിതന്മാരെ ആട്ടിയൊടിക്കുക, ആക്രമിക്കുക, കൊല്ലുക. പിന്നാക്ക ജാതിയിൽപ്പെട്ട ആളുകളെ സവർണ മേധാവികൾ ആക്രമിച്ച് കശാപ്പ് ചെയ്യുക. എന്ന് മാത്രമല്ല, ശിക്ഷ.
ഇന്നിപ്പോ RSSകാർ പറയാണ് ഞങ്ങളെ സംഘടന രൂപീകരിച്ചിട്ട് 100 കൊല്ലമായിരിക്കുകയാണ്, ഞങ്ങൾ ജനങ്ങളുടെ അടുത്ത് വരാൻ വേണ്ടി പോവാണ്. മനസ്സിലായി? 100 കൊല്ലമായി. 1925 ഇപ്പോ 2025 ഞങ്ങൾ വരാൻ വേണ്ടി പോവാ. വരുന്നതിന്റെ ലക്ഷണം ഓരോന്നായി ഓരോ ദിവസം പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സനാതനത്വം സ്ഥായിയായിട്ടുള്ള മാറ്റമില്ലാത്ത സനാതനത്വം ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ചാത്തൻകാവ് ഓഫീസിന്റെ കെട്ടിട ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇത്തരമൊരു മീറ്റിംഗ് നടത്താൻ കഴിയുമായിരുന്നോ? ചോദിക്കുകയാണ്, BJPക്കാരോട് ചോദിക്കുകയാണ്. ഇതുപോലെയുള്ള മീറ്റിംഗ് നടക്കുമോ? സനാതനത്വം ഉണ്ടായിരുന്നെങ്കിൽ, ശാശ്വതമായിട്ടുള്ള മൂല്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, ജാതി മൂല്യങ്ങൾ അതേപോലെ ഉണ്ടായിരുന്നെങ്കിൽ മീറ്റിംഗ് നടക്കുമോ? ഇവിടെ മലയനും കൊലയനും പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും ഒത്തുചേരുന്നു, തീയം വരുന്നു, നായർ വരുന്നു, നമ്പൂതിരി വരുന്നു, എല്ലാ മതസ്ഥന്മാരും ഒത്തുകൂടുന്നു. നാനാജാതി മതസ്ഥന്മാർ ഒത്തുചേരുന്ന ഇത്തരം സമ്മേളനങ്ങൾ സുഹൃത്തുക്കളെ ഒരു 150 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൽ നടന്നിരുന്നോ? നടക്കുമായിരുന്നോ? ഇപ്പൊ നടക്കുന്നു. അപ്പൊ മാറ്റമുണ്ടായി. സനാതനത്വം ഇല്ല. സനാതനത്വത്തിന് പകരം നിലവിലുള്ള അനീതിയെ ചോദ്യം ചെയ്യാനുള്ള പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു. അതിനെയാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? നവങ്ങളായിട്ടുള്ള ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പുതിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുക. ഇന്നിപ്പോ നമ്മുടെ BJPക്കാര് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ വന്നിട്ടാണ് നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണം. മനസ്സിലായില്ലേ? നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണം. സനാതന ഈ നായാടി എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ജീവിച്ചിരുന്നത്? ഈ നാട്ടിലെ ജനങ്ങളോട് പറയണ്ടേ? ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണ്ടേ? ആരാ നായാടി? നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി ഈ കേരളത്തിൽ 5 തവണ വന്നിട്ടുണ്ട്. ആദ്യത്തെ തവണ കോഴിക്കോടാണ്, കടപ്പുറത്തൊരു മീറ്റിംഗ് 1920. അന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു ബ്രിട്ടീഷുകാരെ പുറത്താക്കണം, ഹിന്ദു മുസ്ലിം ഐക്യം ആണ്, ഹിന്ദു മുസ്ലിം യോജിക്കണം. ആദ്യത്തെ മഹാത്മാഗാന്ധിയുടെ പര്യടനം മൗലാന ഷൗക്കത്ത് അലിയുമായിട്ട് യോജിച്ചുകൊണ്ട് ഇന്ത്യയിലുടനീളത്തുള്ള പര്യടനത്തിന്റെ ഭാഗമായി കോഴിക്കോട് കടപ്പുറത്ത് വന്ന് പ്രസംഗിച്ചു. പിന്നെ മഹാത്മാഗാന്ധി വന്നത് 1925. നോക്കണം, RSS രൂപീകരിക്കപ്പെടുന്ന വർഷം 1925 മാർച്ച് മാസത്തിൽ മഹാത്മാഗാന്ധി വൈക്കത്ത് വരുന്നു. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവുമായിട്ട് സംവദിക്കുന്നു. മഹാത്മാഗാന്ധി പലയിടത്തും പോയി പ്രസംഗിക്കുന്നു. 27 വരുന്നു, 34 വരുന്നു, 37 വരുന്നു. ഈ വരവിന്റെ സന്ദർഭങ്ങളിൽ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പാലക്കാട്, അവിടെയാണ് വിശ്രമിച്ചത്. രാവിലെ ഉറങ്ങി എണീറ്റപ്പോ ഒരു മനുഷ്യന്റെ ദയനീയമായിട്ട് ശബ്ദം കേട്ടു. അത് കൂടെയുള്ള കോൺഗ്രസ് നേതാവ് രാജാജിയോട് ചോദിച്ചു, എന്താ കേൾക്കുന്ന ശബ്ദം? അപ്പൊ രാജാജി പറഞ്ഞു, മഹാത്മജി, അത് ഒരു നായാടി ഭിക്ഷയായിരിക്കുന്ന ശബ്ദമാണ്. നായാടി ഭിക്ഷയായിരിക്കും. സനാതന ധർമ്മത്തിന്റെ പേര് പറഞ്ഞിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കുന്ന RSSകാരെ എങ്ങനെയാ നായാടി ഭിക്ഷയായിരിക്കുന്നത് പറയട്ടെ ഈ നാടിനോട്? ഹിന്ദു ഐക്യം, ഹിന്ദു ഏകീകരണം, മുസ്ലിങ്ങളാണ് ശത്രുക്കൾ, ക്രിസ്ത്യാനികളാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ് ശത്രുക്കൾ എന്ന് പറയുന്ന നിങ്ങൾ നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണമെന്നുള്ള മുദ്രാവാക്യം ഉയർത്തുമ്പോൾ ആരാ നായാടി? തൊട്ടുകൂടാത്തവര്, തീണ്ടിക്കൂടാത്തവര്, ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവർ. അവസാനം പറഞ്ഞ കൂട്ടത്തിലായി നായാടി. കാണാൻ പറ്റില്ല, കണ്ടാൽ അശുദ്ധമാകും. അശുദ്ധം പോകണമെങ്കിൽ മുങ്ങിക്കുളിക്കണം. അതേക്കുറിച്ചാണ് വാഗ്ഭടാനന്ദൻ പ്രതികരിച്ചത്. വാഗ്ഭടാനന്ദനെ അറിയല്ലോ, നമ്മുടെ ഊരാളുകൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി സ്ഥാപിച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് പണി കൊടുക്കാൻ ഒരു സഹകരണ സംഘം വേണമെന്നുള്ള മഹത്തായ നവോത്ഥാന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് നടപ്പാക്കിയിട്ടുള്ള വാഗ്ഭടാനന്ദൻ എന്റെ നാട്ടുകാരനാണ്. വയലേരി കുഞ്ഞിക്കണ്ണൻ സംസ്കൃതത്തിൽ അഗാധ പാണ്ഡിത്യം നേടി അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എതിർത്ത് തോൽപ്പിച്ച വാഗ്ഭടാനന്ദൻ അന്ന് പറഞ്ഞു, ഒരു ശുനകന്റെ മനം ചവിട്ടിയാൽ അനഘമാസ്ഥലം കഴുകിയാൽ മതി, മനുഷ്യരാൽ നാം ഒട്ടടുത്ത് പോയാൽ അനന്തം മുങ്ങണം കുളിക്കണം പോലും. അല്ലേ?
ഇവരെ സനാതനത്വം അല്ലേ? ഒരു ശുനകന്റെ മലം ചവിട്ടിയാൽ, നായയുടെ മലം ചവിട്ടി പോയി കഴിഞ്ഞാൽ ആ മലം പുരണ്ട കാലിന്റെ ഭാഗം കഴുകിയാൽ ശുദ്ധമാകും. പക്ഷേ തീണ്ടാപ്പാട് അകലം ലംഘിച്ചാൽ എന്ത് വേണം? ആസകലം മുങ്ങിക്കുളിക്കണം. അശുദ്ധം പോകണമെങ്കിൽ, ശുദ്ധമാവണമെങ്കിൽ. ഇതായിരുന്നില്ലേ ഈ നാടിന്റെ അവസ്ഥ? ആ സനാതന ധർമ്മം ഇന്ന് നിലനിൽക്കുന്നുണ്ടോ? BJP-ക്കാരെ ഉണ്ടോ? ഇന്ന് അതുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആളുകൾ അടിച്ചോടി അല്ലെ? സനാതനത്വം, ശാശ്വതമായിട്ടുള്ള മൂല്യങ്ങൾ, ഇതൊക്കെയാ പറഞ്ഞിട്ട് വരുന്നത്. ഇപ്പോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനായിട്ട് ചെരുപ്പാണെങ്കിൽ നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയെ 48 ജനുവരി 30 ഈ സനാതന ധർമ്മത്തിന്റെ വക്താക്കളാണ് വെടിവെച്ച് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മഹാത്മാഗാന്ധി 5 തവണ കേരളത്തിൽ വന്നപ്പോൾ ഒരു തവണ വന്നത് 34. പയ്യന്നൂരിൽ വന്നിട്ടുണ്ട് മഹാത്മാഗാന്ധി. എന്തിനാ വന്നെന്നറിയോ? പട്ടികജാതിയിൽപ്പെട്ട കുട്ടികളെ അവർക്ക് ഉയർന്ന ജാതിക്കാരൻ്റെ കൂടെ പഠിക്കാനുള്ള അവകാശമില്ല, അതിന് മാറ്റം വരുത്താൻ വേണ്ടി ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിട്ടുള്ള ആനന്ദ തീർത്ഥൻ അദ്ദേഹം പയ്യന്നൂരിൽ നടത്തുന്ന ഹരിജൻ സ്കൂൾ സന്ദർശിക്കാനാണ് മഹാത്മാഗാന്ധി വന്നത്. അയിത്തോച്ചാടന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അയിത്തം ഉച്ചാടനം ചെയ്യുക, അശുദ്ധം മാറ്റുക. ഈ അശുദ്ധം എന്നുള്ള ഏർപ്പാട് തന്നെ ശരിയല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അയിത്തം ഉച്ചാടനം ചെയ്യാനുള്ള പ്രക്ഷോഭം. അവിടെയൊക്കെ മഹാത്മാഗാന്ധി അയിത്തോച്ചാടനത്തിന് വേണ്ടി എവിടെ എത്തിയോ അവിടെയൊക്കെ സനാതനികൾ കരിങ്കൊടിപ്പേടം നടത്തിയിട്ടുണ്ട്. നമ്മളെ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അയിത്തോച്ചാടന പ്രക്ഷോഭത്തിന് മഹാത്മാഗാന്ധി എവിടെ എത്തിയോ അവിടെയൊക്കെ കരിങ്കൊടി പ്രകടനം. ആരാ കരിങ്കൊടി പ്രകടനം നടത്തിയത്? സനാതനികൾ. വരികാണി ഇപ്പോ ആര്? RSS, BJP. ഹിന്ദുക്കളെ നിങ്ങൾ ഒന്നിക്കൂ. ഹിന്ദുവിന്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. മരത്തിന്റെ മറയത്തിരുന്ന് മറ്റുള്ളവരെ ഒച്ചയിട്ട് എന്തെങ്കിലും തരണേ എന്ന് പിച്ചയാദിക്കാൻ മാത്രം അവകാശമുണ്ടായിരുന്ന നായാൻ. പിന്നെയോ മലയനും കൊലയും 64 അടി ദൂരിയ നമ്പൂതിരിന്റെ അടുക്കൽ അല്ലേ? തീയൻ 32 അടി ദൂരിയ തീയൻ നിൽക്കേണ്ടത്, ഈഴവൻ നിൽക്കേണ്ടത്. നായര് 16 അടി. ചിലർ ധരിക്കുന്നത് നായർമാര് അവര് വല്ല യോഗ്യന്മാരാണ്. ഗുരുവായൂർ അമ്പലത്തിൽ 3 നേരം നായർമാരുണ്ടെങ്കിൽ കടന്നു പോ എന്ന് വിളിച്ചു കൂടിയിരുന്ന ചരിത്രമാണ് കേരളത്തിന്റെ ചരിത്രം അല്ലേ? ഇപ്പൊ നമ്മളെ കുട്ടിക്ക് ചോറ് കൊടുക്കണമെങ്കിൽ എവിടെ പോകണം? ഗുരുവായൂർ അമ്പലത്തിൽ അല്ലേ? ആ ഗുരുവായൂർ അമ്പലത്തിൽ നായർമാർക്ക് പോലും ചൊല്ലിയാട്ടാണ് കടന്നു പോയിക്കൊള്ളുന്ന പൂജാ സമയത്ത്. ഇതായിരുന്നു കേരളം. ആ കേരളം എങ്ങനെയാ മാറിയത്? സനാതനത്വം നിലനിർത്തിയതിന്റെ ഫലമായിട്ടാണോ? അല്ല. ഈ ധാർമ്മിക മൂല്യങ്ങളെ, അനാചാരങ്ങളെ, ജാതി മൂല്യങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടുള്ള നവോത്ഥാന പ്രസ്ഥാനം, അതിൻ്റെ തുടർച്ചയായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആണ്. അതിൻ്റെ തുടർച്ചയായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്താ ചെയ്തത്? തൊഴിലാളി പ്രസ്ഥാനം, ട്രേഡ് യൂണിയൻ. അതുവരെ ജാതിയേ ഉള്ളൂ. ജാതിക്കതീതമായിട്ടുള്ള വർഗബോധം തൊഴിലാളികളിൽ, കൃഷിക്കാരിൽ, കർഷക തൊഴിലാളികൾ, അധ്യാപകന്മാരിൽ, സ്ത്രീകളിൽ ഒക്കെ ഉണ്ടായി. ജാതിക്കും മതത്തിനും അതീതമായിട്ടുള്ള ബഹുജന ഐക്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ നാട്ടിൽ നടത്തിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടപെടൽ, ഇങ്ങനെയൊക്കെയാണ് സമൂഹം മാറി വന്നത്. ഇന്ന് നമുക്കെല്ലാം ഒത്തുചേർന്നിരിക്കാലോ. ഒരു കാലത്ത് ഇരിക്കാൻ കഴിഞ്ഞിരുന്നോ? 1924 വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള വഴിയിലൂടെ നടക്കാൻ ഈ അയിത്ത ജാതിക്കാർക്ക് സ്വാതന്ത്ര്യമില്ല. അതിനെതിരായിട്ടാണ് വൈക്കം സമരം അല്ലേ? അത് കഴിഞ്ഞ് 8 കൊല്ലം ആകുമ്പോഴേക്കാണ് ഗുരുവായൂർ അമ്പലത്തിന് മുമ്പിൽ പന്തൽ കെട്ടി സമരം നടത്തിയത്. ആരൊക്കെ? കൃഷ്ണപിള്ള, കേളപ്പൻ, AKG. ഇവരൊക്കെ സമരം നടത്തിയിട്ടാ ഗുരുവായൂർ അമ്പലത്തിനകത്ത് അങ്ങോട്ട് വിശ്വാസികൾക്ക് കയറാം എന്നുള്ള അവകാശം കിട്ടിയത്. 1931-32 കാലത്ത് ഇതിനു വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ RSS ഉണ്ടായിട്ട് എത്ര കൊല്ലമായി? 25 ഉണ്ടായി. 7 കൊല്ലത്തിനകം നടന്നിട്ടുള്ള ഈ ഗുരുവായൂർ സത്യാഗ്രഹം
നവോത്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. അന്നേരത്തെ RSS ഉണ്ടായിരുന്നോ? RSS രാജ്യത്തുണ്ട്, പക്ഷെ ഇവിടെ വന്നിട്ടില്ല. കാരണം അവരുടെ സനാതനികളുടെ കൂടിയാണ്. കാരണം മഹാത്മാഗാന്ധിക്ക് നേരെ കരിങ്കൊടി, പിന്നെയോ ഈ സനാതനികളാണ് മഹാത്മാഗാന്ധിക്ക് നേരെയുള്ള ആദ്യത്തെ ബോംബെറിഞ്ഞ് കൊല്ലാൻ നോക്കിയ വിദ്വാൻമാർ. മനസ്സിലാക്കണം. പയ്യന്നൂരിൽ മഹാത്മാഗാന്ധി വന്ന 34-ൽ അവിടുന്ന് പോയി പല സംസ്ഥാനങ്ങളിലും പോയി മഹാരാഷ്ട്രയിലെ പൂനെയിൽ മുനിസിപ്പാലിറ്റി ഏർപ്പെടുത്തുന്ന സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടയിൽ ആദ്യത്തെ വധശ്രമം, ബോംബ് ആരാ നടത്തിയെന്നറിയോ? സനാതനികൾ. അപ്പോൾ ഈ വരുന്ന വിദ്വാൻമാർ 100 കൊല്ലം തികഞ്ഞിരിക്കുന്നു, RSSന്റെ 100ാം വാർഷികം, വരൂ സഹോദരങ്ങളെ ഹിന്ദുക്കളാവൂ എന്നൊക്കെ പറയുന്ന ഈ സനാതന ധർമ്മവാദികൾ നടത്തിയിട്ടുള്ള ഹീനകൃത്യങ്ങൾ ചെറുതാണോ? രക്തച്ചുരിച്ചൽ. ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കപ്പെട്ടപ്പോൾ ഉത്തരേന്ത്യയിലും വടക്കേ ഇന്ത്യയിലും മറ്റും നടത്തിയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള വർഗീയ അസ്വാസ്ഥ്യങ്ങൾ, കൊലപാതകങ്ങൾ, കൂട്ടക്കൊലകൾ, എത്ര ആളുകളെയാ കൊല ചെയ്തത്? ചോരച്ചാലുകൾ എത്രയാണ് ഒഴുകിയത്? RSS ഇത്രമാത്രം പങ്കുവഹിച്ചിട്ടുണ്ട്. ഇതൊക്കെ രാജ്യത്തിൻ്റെ ചരിത്രമാണ്. ഇപ്പോൾ പുതിയ അവതാരം പ്രത്യക്ഷപ്പെടുകയാണ്. അന്ന് മഹാത്മാഗാന്ധിക്ക് നേരെ ആദ്യത്തെ ബോംബ്, പിന്നെയും മഹാത്മാഗാന്ധിക്ക് നേരെയുള്ള അക്രമം, ഒടുവിൽ 48 ജനുവരി 30-ാം തീയതി മഹാത്മാഗാന്ധിയെ മതഭ്രാന്തനായിട്ടുള്ള ഗോഡ്സെ വെടിവെച്ച് കൊല്ലുന്നു. 14 കൊല്ലം RSSന്റെ ശാഖയിൽ കവാത്ത് നടത്തിയ വിദ്വാനാണ് ഈ ഗോഡ്സെ. RSSകാർ പറയാണ് ഗോഡ്സെയും ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. 14 കൊല്ലം RSSന്റെ ശാഖയിൽ പോയി കവാത്ത് നടത്തിയ വിദ്വാനായി ഗോഡ്സെ, നാത്തൂറാം വിനായക് ഗോഡ്സെ എന്ന മതഭ്രാന്തൻ. അയാളുടെ കയ്യിലുള്ള തോക്കിൽ നിന്നാണ് വെടിയുണ്ട പാഞ്ഞത്. ഇവിടുത്തെ തോക്ക ഇറ്റാലിയൻ തോക്ക. നോക്കണം. RSSകാരും BJPക്കാരും പറയും ഞങ്ങൾ ഭാരതാംബിയെ സ്നേഹിക്കുന്നവരാണ്. ഈ രാജ്യം ഭാരതം ഇത് പിതൃഭൂമിയായി കണക്കാക്കണം, പുണ്യഭൂമിയായി കണക്കാക്കണം എന്ന് പറഞ്ഞിട്ടാണല്ലോ RSS വരുന്നത്. പക്ഷേ RSSകാരെ നിങ്ങൾ എവിടുന്നാണ് നിങ്ങളുടെ സിദ്ധാന്തങ്ങൾ കടം കൊണ്ടത്? ഇന്ത്യക്കകത്തുനിന്ന അല്ല. പിന്നെയോ ഇറ്റലിയിൽ പോയിട്ട് മുസോളിനിയുമായിട്ട് ചർച്ച ചെയ്തിട്ട് മുസോളിനിയുടെ ബാലില എന്ന് പറയുന്ന ഒരു സംഘടനയുടെ അനുകരണം നടത്തിക്കൊണ്ട് RSSന്റെ ശാഖ ഇവിടെ തുടങ്ങുന്നു. മനസ്സിലായില്ല? വ്യായാമ പരിശീലന കേന്ദ്രം ഇറ്റലിയിൽ മുസോളിനി നടത്തുന്നുണ്ട്. മുസോളിനിയുടെ ഫാസിസ്റ്റ് ആശയങ്ങളുണ്ട്. ഇത് രണ്ടും കടം കൊണ്ടിട്ടാണ് രാജ്യത്തിൽ RSSന്റെ ശാഖകൾ ആരംഭിക്കുന്നത്. എന്നിട്ട് ഇവർ പറയാ ഞങ്ങൾ ഭാരതത്തോട് ഭയങ്കര കൂടുള്ളവരാണ്. അല്ല, നിങ്ങൾ ഫാസിസ്റ്റുകളാണ്, പുത്തൻ ഫാസിസ്റ്റുകളാണ്. അവർ വരികയാണിപ്പോ. നിങ്ങൾ നോക്കൂ, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 22 കൊല്ലം മുമ്പേ RSS ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. ഈ 22 കൊല്ലവും ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർ, കമ്മ്യൂണിസ്റ്റുകാർ, സോഷ്യലിസ്റ്റുകാരൊക്കെ ഇന്ത്യക്കാരും ഭരിക്കണം, ബ്രിട്ടീഷുകാർ കടന്ന് പുറത്തു പോകണം, നമുക്ക് ദേശീയ സ്വാതന്ത്ര്യം വേണം. ഈ ദേശാഭിമാന പ്രചോദിതമായിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തിയപ്പോൾ RSSകാർ എന്താ ചെയ്തിരുന്നത്? 22 കൊല്ലവും ശാഖ കൂടുക, ഭഗവത് ധ്വജം ഉയർത്തുക. ഇത് ഭാരതത്തിൻ്റെ പതാകയാണ്, അതല്ല രാജാക്കന്മാരുടെ പതാകയാണ്, പേഷ്വാ രാജാക്കന്മാരുടെ പതാക. അതായത് ഈ ഭഗവത് ധ്വജം, മറ്റേ മുക്കോണ കൊടിയുണ്ടല്ലോ, കാവിക്കൊടി. ആ കൊടി ഹിന്ദുവിൻ്റെ കൊടിയാണെന്നാണ് പറയുന്നത്. അല്ല, പേഷ്വമാരുടെ പഴയ ചക്രവർത്തിമാരുടെ കൊടി. ആ കൊടി ഉയർത്തുക, എന്നിട്ട് കബഡി കളിക്കുക. ദേശാഭിമാനികളായിട്ടുള്ള ആളുകൾ ജയിലിൽ കിടക്കുക, ദേശാഭിമാനികളായിട്ടുള്ള ആളുകളെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം തൂക്കിക്കൊല്ലുക, വെടിവെച്ച് കൊല്ലുക. തലശ്ശേരി കടപ്പുറത്ത് 1940 സെപ്റ്റംബർ 15-ാം തീയതി അന്നത്തെ കോൺഗ്രസിനകത്തെ ഇടതുപക്ഷ നേതൃത്വം ആണ്, KPCC നേതൃത്വം തന്നെ ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ വന്നപ്പോൾ ജനങ്ങളോട് പറഞ്ഞു, ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായിട്ട് ജനങ്ങൾ എല്ലാ സ്ഥലത്തും ഒത്തുകൂടണം, സാമ്രാജ്യ വിരുദ്ധ ദിനം ആചരിക്കണം. തലശ്ശേരി കടപ്പുറത്ത് ഒത്തുകൂടിയിട്ടുള്ള തൊഴിലാളികളെയും കൃഷിക്കാരെയും അധ്യാപകന്മാരെയും ഒക്കെ വെടിവെച്ചു. 2 ആൾ കൊല്ലപ്പെട്ടു. ഒന്ന് അബു മാസ്റ്റർ, അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ ആളാണ്. മറ്റൊന്ന് ചാത്തുക്കുട്ടി, വീട് തൊഴിലാളിയാണ്, തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ആളാണ്. 2 പേരും കമ്മ്യൂണിസ്റ്റുകാർ. ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ പോരാടുന്ന അവസരത്തിൽ കബഡി കളിച്ച വിദ്വാൻമാർ, അതിൻ്റെ നേതാവായിട്ടുള്ള പ്രധാനമന്ത്രി ഇപ്പം പറയുന്നത് RSS ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാകുന്നു എന്നാണ്. മനസ്സിലായില്ലേ?
RSS ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാകുന്നു. അത് ഭയങ്കരമായിട്ടുള്ള സേവനങ്ങൾ നടത്തിയ പ്രസ്ഥാനമാകുന്നു എന്നതാണ്. രക്തം പുരണ്ട ചരിത്രമാണ് 100 കൊല്ലത്തെ RSSൻ്റെ ചരിത്രം. അവരിപ്പോൾ അവതരിപ്പിക്കുകയാണ് അന്ന് ബ്രിട്ടീഷുകാരുടെ പാദസേവ. സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി രാജ്യത്തിലെ ധീരദേശാഭിമാനികൾ പൊരുതിയ അവസരത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ പാദസേവ ചെയ്ത വിദ്വാൻമാർ. ബ്രിട്ടീഷ് ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങളെ ഈ കാക്കി ട്രൗസറും നിങ്ങളെ ഡ്രില്ലും ഒക്കെ ഒരു സൈനിക സ്വഭാവമുള്ളതാണ്, അതുകൊണ്ട് ഇത് പറ്റില്ല. അനുസരിച്ചു RSSകാർ. ഇപ്പം നിങ്ങൾ നോക്കൂ, ലോകത്ത് ഏറ്റവും വലിയ അക്രമം വിതച്ചുകൊണ്ടാണ് സാമ്രാജ്യത്വത്തിൻ്റെ നായകസ്ഥാനത്ത് അമേരിക്ക വിലസുന്നത്. അമേരിക്കക്കൊരു പ്രസിഡന്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേരാണ് ഡൊണാൾഡ് ട്രംപ്. ആ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ എന്തൊക്കെ കോപ്രായങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്. അമേരിക്കയിലുള്ള അനധികൃത കുടിയേറ്റക്കാരെ ഞാൻ ഒഴിപ്പിക്കും, നടപടി തുടങ്ങിയല്ലോ, ഇന്ത്യക്കാരെ അടക്കം. എങ്ങനെയാണ് അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിച്ചത്? നമ്മുടെ രാജ്യത്തിലെ പൗരന്മാരായിട്ടുള്ള ആളുകളെ കൈക്ക് ചങ്ങലക്കിട്ട് കാലിന് ചങ്ങലക്കിട്ട് നടക്കാൻ പോലും വയ്യാത്ത വിധം വിമാനത്തിൽ കൊണ്ടുവരിക. അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ എത്ര മണിക്കൂറുകൾ വിമാനത്തിനകത്ത് ഇരിക്കണം? മൂത്രമൊഴിക്കാൻ പോലും പറ്റാതെ വിഷമിച്ചിട്ടുള്ള ആ സഹോദരങ്ങളെപ്പറ്റി ഈ മോദി ചിന്തിച്ചോ? വല്ലതും ഈ ട്രംപിനെ കുറിച്ച് പറഞ്ഞോ? മോദി ട്രംപിനെ കുറിച്ച് മുമ്പ് പറഞ്ഞത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നോക്കണം നിങ്ങൾ, ബെസ്റ്റ് ഫ്രണ്ട് ആര്? ഈ ട്രംപ്. ഒരു മാനസിക നില തെറ്റിയിട്ടുള്ള ഒരു ഭരണാധികാരിയായിട്ട് ട്രംപ് വിലസുന്നു. ഈ ട്രംപിൻ്റെ വ്യക്തിപരമായിട്ടൊരു കാര്യം മാത്രമല്ല ഇത്, പിന്നെയോ ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധ കൂമ്പാരമുള്ളൊരു ശക്തിയാണ് അമേരിക്ക. ആയുധ നിർമ്മാണ വ്യവസായമാണ് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യം. അപ്പോൾ ആയുധ കച്ചവടം വേണമെങ്കിൽ ലോകത്ത് സംഘർഷം വേണം. ആ സംഘർഷം ലോകത്തെല്ലായിടത്തും ഉണ്ടാക്കുന്നു അമേരിക്കൻ സാമ്രാജ്യത്വം. അതിൻ്റെ നായകനാണ് ട്രംപ്. റഷ്യ-ഉക്രൈൻ യുദ്ധം, ഉക്രൈന് റഷ്യക്കെതിരായിട്ട് പടപൊരുതാനുള്ള ശേഷിയൊന്നുമില്ല, പക്ഷേ ഉക്രൈനെ പിന്നിൽ നിന്ന് തുണക്കുന്നത് അമേരിക്ക. നിങ്ങൾക്കറിയാം പലസ്തീൻ വിഷയത്തിൻ്റെ പിന്നിൽ എന്താണ്? ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യക്ക് ആ പിന്നിൽ ആരാണ്? യാതൊരു സംശയവുമില്ല, അമേരിക്കയാണ്. കാരണം യുദ്ധോപകരണങ്ങൾ കൊടുക്കാം. അമേരിക്ക ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധോപകരണങ്ങൾ നൽകുന്ന ഒരു രാജ്യം. പിന്നെയോ നമ്മുടെ രാജ്യത്തുനിന്ന് കൊടുക്കുന്നുണ്ട് ഇന്ത്യ ഗവൺമെൻറ് ആളെ കൊല്ലാൻ. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഒക്ടോബർ 7-ന് കഴിഞ്ഞ ദിവസത്തേക്ക് പുതിയ യുദ്ധം വംശഹത്യയായിട്ട് മാറ്റപ്പെട്ടതിനെ തുടർന്ന് 2 കൊല്ലം തികഞ്ഞു. 2 കൊല്ലം. എത്രയാളെ കൊല്ലെന്നറിയോ? 65,000-ലധികം ആളുകളെ. അതിൽ പകുതിയിലേറെയും കുഞ്ഞുങ്ങൾ. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ഇവിടെയുള്ള കുഞ്ഞുങ്ങളെ ഈ വിധം ആക്രമിക്കുന്ന ശത്രുവിനെതിരായിട്ട് എത്രമാത്രം രോഷമുണ്ടാവും? അവിടെ വംശഹത്യയല്ലേ. കഴിഞ്ഞ ദിവസം ലോകാരോഗ്യ സംഘടനയുടെ ചുമതലയുടെ ഭാഗമായി പലസ്തീനിൽ പോയിട്ടുള്ള ഒരു ഡോക്ടർ, മലയാളിയാണ്, സന്തോഷ് കുമാർ, പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറായിരുന്നു അദ്ദേഹം മാതൃഭൂമി പത്രത്തിൽ എഴുതിയ ആ ലേഖനം വായിച്ചാൽ ഈ ലോകം ഞെട്ടിപ്പോകുന്ന സംഭവങ്ങളാണ് അദ്ദേഹം അനാവരണം ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തിലെ ആളുകൾ പലരും അമേരിക്കയിൽ പോയി പണിയെടുക്കുന്നു, കാനഡയിൽ പോയി പണിയെടുക്കുന്നു, ഗൾഫ് രാജ്യങ്ങളിൽ പോയി പണിയെടുക്കുന്നു. നമ്മുടെ സഹോദരിമാർ നഴ്സിംഗ് പാസ്സായിട്ട് അമേരിക്കയിൽ പോയി പണിയെടുക്കുന്നു. അവിടെ H1B വിസ കിട്ടണമെങ്കിൽ 1 കോടി ഉറുപ്പിക ഒരാൾക്ക്. ഇതാണ് ഭ്രാന്തനായിട്ടുള്ള ട്രംപിൻ്റെ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടപ്പാക്കുമ്പോൾ 130 കോടി ജനങ്ങളുടെ പ്രതിനിധിയാണെന്ന് അവകാശപ്പെടുന്ന ട്രംപ് മിണ്ടുന്നില്ല. ഇതാണ് അവസ്ഥ. ഈ നിലക്ക് നമ്മുടെ രാജ്യത്തിലെ BJP ഗവൺമെൻറ് അങ്ങേയറ്റം രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. മാത്രമല്ല ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള പരിശ്രമത്തിൽ ഏർപ്പെടുന്നു. ജനങ്ങളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാൻ, നമ്മളെ മൂല്യങ്ങൾ തകർക്കാൻ. നമ്മുടെ മൂല്യം എന്താണ്? പഴയ മൂല്യങ്ങളെ തിരുത്തിക്കൊണ്ട് പുതിയ മൂല്യങ്ങൾ രാജ്യത്തിൻ്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചു. ബ്രിട്ടീഷുകാരെ പുറത്താക്കിയതിന് ശേഷം ഈ രാജ്യത്തിനൊരു ഭരണഘടനയുണ്ടായി. ആ ഭരണഘടനയുടെ ആദ്യത്തെ വാചകം തുടങ്ങുന്നത് എങ്ങനെയാണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങളായിട്ടുള്ള നാം
ഭരണഘടനയുടെ ആദ്യത്തെ വാചകം തുടങ്ങുകയാണ്, ഇന്ത്യയിലെ ജനങ്ങളായിട്ടുള്ള നമ്മൾ ആരാണ്? നാം ആരാണ്? നമ്മൾ നാനാവിശ്വാസികളാണ്. ഹിന്ദു ഉണ്ട്, മുസൽമാനുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, പാർസിയുണ്ട്, സിഖുണ്ട്. ഒരു മതത്തിലും വിശ്വസിക്കാത്തവരുണ്ട്. എല്ലാവർക്കും പൗരന്മാരെന്ന നിലക്കുള്ള അവകാശമുള്ള ഈ രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെ തകർക്കുന്നു. എന്നിട്ട് പറയാണ് സനാതന മൂല്യം. ആ ഭരണഘടനാ മൂല്യം സനാതന മൂല്യത്തിൻ്റെ ഭാഗമായി സംരക്ഷിക്കണ്ടേ ബി ജെ പിക്കാരെ? ഭരണഘടനാ മൂല്യങ്ങൾ പോലും തകർക്കുന്ന ഒരു ശക്തിയായിട്ട് രാജ്യത്ത് ബി ജെ പി നിൽക്കുന്നു. ഇതിനെതിരെ ഉറച്ച നിലപാട് ആരാ സ്വീകരിക്കുന്നത്? യാതൊരു സംശയമില്ല, കമ്മ്യൂണിസ്റ്റുകാർ. സുഹൃത്തുക്കളെ, കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താ ഇപ്പോൾ? കോൺഗ്രസിനെ പറ്റി നിങ്ങൾ ആലോചിക്കുക. എല്ലാ കാലത്തും കോൺഗ്രസ് ഇത്തരം മൃഗീയ ശക്തികളോട് വിട്ടുവീഴ്ച കാണിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ്. RSSന്റെ ആചാര്യനാണ് ഗുരുജി ഗോൾവാൾക്കർ. ആ ഗോൾവാൾക്കർ എഴുതിയിട്ടുള്ള പുസ്തകത്തിന് അവതാരിക എഴുതി കൊടുക്കുന്നത് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാവ് ആനെ. അക്കാലം മുതൽ എന്ന് പറഞ്ഞാൽ RSSന്റെ പ്രത്യയശാസ്ത്രം രൂപപ്പെടുന്ന അവസരം മുതൽ കോൺഗ്രസിന്റെ മഹാരാഷ്ട്രയിലെ നേതാവ് അതിന് അവതാരിക എഴുതി കൊടുക്കുന്നു. നോക്കണം, ഈ അടുത്ത കാലത്താണല്ലോ ഒരു ദിവസം നമ്മൾ കേട്ടു, പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് മോഡി എഴുന്നേറ്റ് അയോധ്യയിലേക്ക് പോകാൻ പോകുന്നു. ഇതിന് രാമക്ഷേത്രത്തിന് ശിലയിടാൻ, പ്രാണപ്രതിഷ്ഠ നടത്താൻ ആണ്. പ്രാണപ്രതിഷ്ഠ. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഈ കുന്നമംഗലം പരിസരത്ത് എത്രയോ അമ്പലങ്ങളുണ്ട്. ആ അമ്പലങ്ങളിൽ പ്രതിഷ്ഠയും പുനഃപ്രതിഷ്ഠയും നടത്തുന്ന ആരാ? ഞാനിവിടെ ജനങ്ങളോട് ചോദിക്കുകയാണ്, ആരാ പ്രതിഷ്ഠയും പുനഃപ്രതിഷ്ഠയും നടത്തുന്നത്? അതിൻ്റെ കർമ്മികൾ, പുരോഹിതന്മാർ. അല്ലാതെ പഞ്ചായത്ത് പ്രസിഡന്റാണോ? മന്ത്രിയാണോ? MLA ആണോ? മുഖ്യമന്ത്രിയാണോ? ആരാധനാലയങ്ങളിൽ അതിൻ്റെ കർമ്മം നടത്താൻ ആരാണോ ആചാരപ്രകാരം അധികാരപ്പെട്ടത് അവരാണ് നടത്തുന്നത്. ഇവിടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പള്ളി പൊളിച്ചൊരു സ്ഥാനത്ത് ശ്രീരാമന്റെ അമ്പലം ഉണ്ടാക്കുക, അവിടെ പ്രാണപ്രതിഷ്ഠ നടത്താൻ പോകുന്നു ആര്? മോദി. പുരോഹിതന്മാരെ തിരശീലയ്ക്ക് പിന്നിലാക്കിയിട്ട് മോദി അവിടെ പോയിട്ട് പ്രാണപ്രതിഷ്ഠ നടത്തുന്നു. എല്ലാ പാർട്ടിക്കാരെയും ക്ഷണിച്ചു. CPM ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയുടെ മുമ്പിൽ എത്തി കത്ത്. നേരിട്ട് സംഘം പോയിട്ട് ക്ഷണിച്ചു, സീതാറാം യെച്ചൂരി നിങ്ങൾ വരണം ഞങ്ങളുടെ ചടങ്ങിലേക്ക്. അപ്പോൾ സീതാറാം അന്വേഷിച്ചു, ആരാ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടത്തുന്നത്? അപ്പോൾ പറഞ്ഞു, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മോദി. ഞാനിവിടുത്തെ BJPക്കാരോട് ചോദിക്കുകയാണ്, ഇങ്ങനെ എവിടെയും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആരാധനാലയത്തിൻ്റെ പ്രതിഷ്ഠയും പുനഃപ്രതിഷ്ഠയും ജനപ്രതിനിധികളാണ് നടത്തേണ്ടത്? ആണോ? മന്ത്രിമാരാണോ? മുഖ്യമന്ത്രിയാണോ? പ്രധാനമന്ത്രിയാണോ? പുരോഹിതന്മാരല്ലേ? സഖാവ് സീതാറാം ക്ഷണിക്കാൻ വന്ന സംഘത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞങ്ങൾ എല്ലാ മതവിശ്വാസങ്ങളെയും മാനിക്കുന്ന പാർട്ടിയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇതിനോട് യോജിക്കുന്നില്ല. എന്ന് മാത്രമല്ല, പള്ളി പൊളിച്ച സ്ഥാനത്താണ് നിങ്ങൾ ഈ രാമക്ഷേത്രം ഉണ്ടാക്കുന്നത്. ഇത് രാഷ്ട്രീയ പദ്ധതിയാണ്, ഞങ്ങളിതിനോട് യോജിക്കുന്നില്ല. സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് അല്ലേ, മഹാത്മാഗാന്ധിയുടെ വധത്തിന് ഉത്തരവാദികളായിട്ടുള്ള ഹിന്ദുത്വ തീവ്രവാദികളുടെ ഇന്നത്തെ അവതരണങ്ങൾ വരുമ്പോൾ, ഇന്നത്തെ അവതാരങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ കുറച്ച് നിലപാട് സ്വീകരിക്കണ്ടേ? കോൺഗ്രസ് സ്വീകരിച്ചോ? ഇല്ല, അവർ സ്വീകരിച്ചില്ല. അവരെന്താ ചെയ്തത്? അവര് കാത്തിരുന്നു. CPIM ഉറച്ച് പ്രഖ്യാപിച്ചു, ഇടതുപക്ഷ പാർട്ടികൾ ഉറച്ച് പ്രഖ്യാപിച്ചു. അപ്പോൾ മടിയില്ല, മടിയോടുകൂടി ഞങ്ങൾ മെല്ലനെ അങ്ങോട്ട് പോവില്ല എന്ന് പ്രഖ്യാപിച്ചു. അല്ലേ? ഇതേ കോൺഗ്രസ്, ഇതാണ് കോൺഗ്രസ്. ഇവിടെയാണ് CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും. CPIM എല്ലാ വർഗീയതക്കും എതിരാണ്. RSSന്റെ ഹിന്ദുത്വ വർഗീയതയ്ക്ക് സമാന്തരമായിട്ടുള്ള വർഗീയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. ആ വർഗീയ പ്രസ്ഥാനങ്ങളോട് കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം എന്താ? മുസ്ലിം ലീഗ് സ്വീകരിക്കുന്ന സമീപനം എന്താ? നിങ്ങൾ നോക്കൂ, ജമാഅത്തെ ഇസ്ലാം RSSന്റെ മറുപതിപ്പാണ്. അവരുടെ യുവജന സംഘടന സോളിഡാരിറ്റി മലപ്പുറത്ത് സെമിനാർ നടത്തുന്നു. അല്ലേ? ഈയിടെ നമ്മൾ കേട്ടു സെമിനാർ മലപ്പുറത്ത്. എന്താണ്? മൗദൂദിയുടെ ദർശനം പഠിപ്പിക്കണം. ആരുടെ? അബ്ദുള്ള മൗദൂദി. ആരാ ഈ വിദ്വാൻ?
ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകർ, അതിൻ്റെ ആശയം ഒക്കെ രൂപപ്പെടുത്തുന്നത് ഈ മൗദൂദിയാണ്. മൗദൂദി ഹൈദരാബാദുകാരനാണ്. ആ ഹൈദരാബാദുകാരനായിട്ടുള്ള മൗദൂദി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ, ഇന്ത്യ പാക് വിഭജനം നടന്നപ്പോൾ പാകിസ്ഥാനിലേക്ക് പുറപ്പെട്ടു പോയിട്ടുള്ള ചുരുക്കം മുസ്ലിങ്ങളിൽ ഒരാളാണ് മൗദൂദി. മഹാഭൂരിപക്ഷം മുസ്ലിങ്ങൾ ഇവിടെയല്ലേ നിന്നത് അല്ലേ? നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിലെ മുസ്ലിം സഹോദരങ്ങൾ മതേതര ഇന്ത്യക്കൊപ്പം നിന്നു. ഇന്ത്യയിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങൾ മതേതര ഇന്ത്യക്കൊപ്പം നിന്നു. മൗദൂദിയും കൂട്ടരും പാകിസ്ഥാനിലേക്ക് പോയി. ഇതാണ് മൗദൂദിയുടെ ചരിത്രം, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകന്റെ ചരിത്രം. അതാണോ ജമാഅത്തെ ഇസ്ലാമിക്കാരെ നിങ്ങൾ പഠിപ്പിക്കുന്നത്? ആ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കാനാണോ കോൺഗ്രസ്സുകാരെ, ലീഗുകാരെ നിങ്ങൾ നോക്കുന്നത്? ഈ നാടിന്റെ മുമ്പിൽ നിങ്ങളെ വരച്ച വരയിൽ നിർത്തിക്കൊണ്ട് മറുപടി പറയിപ്പിക്കും. അതുമായിട്ടാണ് പുറപ്പെടുന്നത്. RSSും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ എന്താ വ്യത്യാസം? ഒന്ന് ഹിന്ദു രാഷ്ട്രം, അതിനുവേണ്ടി ഭരണഘടനയെ ചവിട്ടിക്കൂട്ടി മൂലക്കാക്കണം RSS. ഇപ്പുറത്ത് ഹുക്കുമത്തെ ഇലാഹി, മതരാഷ്ട്രം, ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ്. പ്രത്യക്ഷമായി വരികയല്ലേ ജമാഅത്തെ ഇസ്ലാമി, യാതൊരു ഉളുപ്പും നാണവും കൂടാതെ. ഒരു ദിവസം കോഴിക്കോട് എയർപോർട്ട് മാർച്ച്, സോളിഡാരിറ്റി, പിന്നെ SIO, സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ്, കോഴിക്കോട് കരിപ്പൂരിലേക്ക് മാർച്ച്. എന്താ മാർച്ച് എന്നറിയോ? BJP സർക്കാർ വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നു, ഇത് പിൻവലിക്കണം. നല്ല കാര്യം, കാരണം CPM അതിനെ അനുകൂലിച്ചിട്ടുണ്ട്. അതായത് എതിർത്തിട്ടുള്ള എല്ലാ പ്രസ്ഥാനത്തെയും അനുകൂലിച്ചിട്ടുണ്ട്. വഖഫ് നിയമ ഭേദഗതി രാജ്യത്തിലെ ഇസ്ലാം മതവിശ്വാസികളുടെ അവകാശത്തിന് നേരെയുള്ള BJP സർക്കാരിന്റെ കടന്നുകയറ്റമാണ്. CPMന് സംശയമില്ല, രാജ്യത്തിലെ മതേതര പ്രസ്ഥാനങ്ങൾക്ക് സംശയമില്ല. ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത്, അവരുടെ വരുമാനത്തിൽ ഒരു ഭാഗം പാവപ്പെട്ടവനും വേണ്ടി നീക്കി വെക്കുക, നല്ല തത്വമല്ലേ? ഒരു മതതത്വമാണ്. അതുപോലെ ഒരു ഇസ്ലാം മതവിശ്വാസി സ്വയാർജിതമായതോ പാരമ്പര്യമായി കിട്ടിയതുമായിട്ടുള്ള സ്വത്ത് സമുദായത്തിന് സംഭാവന ചെയ്യുന്നു, ഇഷ്ടദാനം കൊടുക്കുന്നു. ആ ഇഷ്ടദാനം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല. അതിൻ്റെ വരുമാനം പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണ്. ഇസ്ലാം മതാനുഷ്ഠാനം അപ്രകാരം ഒരു വിശ്വാസിയുടെ അവകാശമാണ് വഖഫ് ചെയ്യാനുള്ള അവകാശം. അതില്ലാതാക്കിക്കൊണ്ട് മോദി സർക്കാർ നിയമം കൊണ്ടുവന്നല്ലോ. അതിനെ എല്ലാ പാർട്ടികളും എതിർക്കുന്നുണ്ട്, മതേതര പ്രസ്ഥാനങ്ങൾ എതിർക്കുന്നുണ്ട്, സുപ്രീം കോടതിയിൽ കേസുണ്ട്. പക്ഷെ എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ യുവജന വിദ്യാർത്ഥി വിഭാഗങ്ങൾ കരിപ്പൂരിലേക്ക് മാർച്ച് നടത്തിയത്? അതിന്റെ മുമ്പിൽ ഒരു ബാനർ, മനസ്സിലായില്ലേ? ഈ കോൺഗ്രസ്സുകാരും ലീഗുകാരും പൊക്കിപ്പിടിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാര് പിടിച്ച ബാനറിലെ ഫോട്ടോ ആരുടേതാ? ഈ രാജ്യത്തിലെ ആരുടെയെങ്കിലും ആണോ? ഒന്നുമല്ല. പിന്നെയോ 2 ഈജിപ്ത്യൻ നേതാക്കന്മാരുടെ ഫോട്ടോ. കോൺഗ്രസ്സുകാർ മറുപടി പറയണേ നാടിനോട്. ആരൊക്കെയാണ് നേതാക്കന്മാർ? ഒന്ന് സയ്യിദ് കുത്തൂബ്, എവിടെയാണ്? ഈജിപ്തിൽ. അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്? ഈജിപ്തിൽ മതനിരപേക്ഷമായിട്ടൊരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു. നാസറുടെ നേതൃത്വത്തിലുള്ള മതനിരപേക്ഷ ഗവൺമെന്റ്, സെക്യുലറിസമാണ്. എല്ലാ മതങ്ങളിലും വിശ്വസിക്കാനും ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനുള്ള പൗരന്റെ അവകാശം സംരക്ഷിച്ച ഈജിപ്തിലെ സെക്യുലർ ഗവൺമെന്റ്, നാസർ നയിച്ചുള്ള ഗവൺമെന്റ്, ലോക രാഷ്ട്രീയത്തിൽ പുരോഗമനപരമായിട്ടുള്ള വീക്ഷണം നടപ്പാക്കിയിട്ടുള്ളൊരു ഗവൺമെന്റ്. അതിനെ അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിൽ അവിടുത്തെ ഗവൺമെന്റ് വിചാരണ ചെയ്ത് തൂക്കിക്കൊന്ന വിദ്വാനാണ് സെയ്ദ് കുത്തൂബ്. ഉത്തരേന്ത്യയെ പോലെയാ ഇവിടെ മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിൻ്റെയും സംരക്ഷിത തുരുത്താണ് ഈ കേരളം, അല്ലേ? നിങ്ങൾ ഈ കോൺഗ്രസും ലീഗും ഭരിക്കുന്ന കാലം ഓർമ്മയുണ്ടല്ലോ. ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി, പിന്നെയോ AK ആന്റണി, കുഞ്ഞാലിക്കുട്ടി കെട്ടിപ്പിടിച്ച് ഭരിച്ചു കേരളം. LDF വരുന്നതിന് മുമ്പ് എന്തായിരുന്നു അവസ്ഥ? കാസർഗോഡ് വെടിവെപ്പ്, കാസർഗോഡ് കത്തിക്കുത്ത്, കാസർഗോഡ് വർഗീയ കലാപം, സംഘർഷം. കോഴിക്കോട് ജില്ല, നമ്മുടെ ചെറിയൊരു ഠാവട്ടം കടപ്പുറം, മാറാട്. കോഴിക്കോട് ജില്ലക്ക് ഒട്ടേറെ കടപ്പുറം ഉണ്ടല്ലോ, അതിൽ മാറാട് കടപ്പുറം ഒരു പുതുവർഷ പുലരിയുടെ ഭാഗമായി ക്ലബിൻ്റെ വാർഷികം, സംഘർഷം. പുലരുമ്പോഴേക്ക് 5 ആളെ കൊന്നു. 2 ഹിന്ദുക്കൾ, 3 മുസ്ലിങ്ങൾ. ഹിന്ദുക്കളെ കൊന്നത് NDF, ഇപ്പോഴത്തെ SDPയുടെ അന്നത്തെ രൂപം, പിന്നെ ലീഗും അതിൻ്റെ കൂടെ ചേർന്നു.
5 ആളെ കൊന്നു അല്ലേ? 3 മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടത്, മുസ്ലിങ്ങൾ കൊന്നത് RSS. അതിന് പ്രതികാരം ചെയ്യാൻ കുറച്ച് മാസങ്ങൾക്ക് ശേഷം തിരിച്ച് സംഭവം നടന്നു. കടപ്പുറത്ത് കാറ്റുകൊള്ളാനിരിക്കുകയായിരുന്ന ചെറുപ്പക്കാരെ വാൾ വീശി കഴുത്ത് വെട്ടി കൊന്നു 9. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ മാരകമായിട്ടുള്ള ശക്തി UDF കേരളം ഭരിക്കുമ്പോൾ വർഗീയ സംഘർഷങ്ങൾ, വർഗീയതയുടെ കാട്ടാള ശക്തികൾ ഉറഞ്ഞു തുള്ളിയിട്ടുള്ള കാലം. നമ്മളിതൊന്നും മറന്നു പോകരുത്, ജനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഒരു ഠാവട്ടം കടപ്പുറത്ത് 14 ആളുകളെ കൊലപ്പെടുത്തിയ സംഭവം നടക്കുന്നത് ഈ കോൺഗ്രസും ലീഗും കെട്ടിപ്പിടിച്ച് ഭരിക്കുന്ന കാലത്ത് അല്ലേ? ഞാനിവിടുത്തെ കോൺഗ്രസ് സുഹൃത്തുക്കളോടും ലീഗുകാരോടും ചോദിക്കുകയാണ്, പിണറായി മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്ന് 9 വർഷം കഴിഞ്ഞല്ലോ, അതുപോലെയുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടായോ? ഇവിടെ RSS ഇല്ലാഞ്ഞിട്ടാ? ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഇല്ലാഞ്ഞിട്ടാ? എല്ലാ തീവ്രവാദികളും ഇവിടെ ഉണ്ട്, പക്ഷെ തലപൊക്കാൻ പറ്റുന്നില്ല. കാരണം ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം ഇവിടെ, ഗവൺമെൻറ് അല്ലേ? RSS ഇവിടെയുണ്ട്, പോപ്പുലർ ഫ്രണ്ട് ഇവിടെയുണ്ട്, SDP എല്ലാം ഉണ്ട്, പക്ഷേ തലപൊക്കാൻ പറ്റുന്നില്ല. നിയമം വിട്ട് കളിക്കാൻ പറ്റില്ല. മതനിരപേക്ഷതയുടെ സംരക്ഷണ തുരുത്തായിട്ട് കേരളം തുടരുന്നു അല്ലേ? ആർക്കും നിഷേധിക്കാൻ പറ്റുന്ന കാര്യമാണ്. സമാധാനത്തോട് നമ്മൾ കഴിയുന്നുണ്ടല്ലോ അല്ലേ? കഴിയണ്ടേ? തുടരണ്ടേ? ഇനി തുടരണമെങ്കിൽ യാതൊരു സംശയവുമില്ല, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം തുടരണം. ലളിതമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, ആർക്കും നിഷേധിക്കാനാവാത്ത കാര്യം. അതിനിടക്ക് മുസ്ലിം ലീഗത്തെ ഒരു തീവ്രവാദിയുണ്ട്, പണ്ട് MLA ആയിരുന്നു, നമ്മൾ കണ്ണൂരിൽ നിന്ന് തോപ്പിച്ച് വിട്ടതാണ്, വിദ്വാനെ പ്രസംഗിക്കുകയാണ്, മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് UDFൻ്റെ ഭരണം വേണ്ടത്, ഈ നാട്ടിലെ പൗരന്മാർക്ക് വേണ്ടിയിട്ടാണ് ഭരണം വേണ്ടത്, രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കാനാണ് രാജ്യത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കേണ്ടത്, അതിനാണ് ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ലീഗിൻ്റെ നേതാവ് ആവേശം കൊണ്ട് പ്രസംഗിക്കുകയാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണം. ഇത് RSSകാരും പറയുകയാണ് ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള ഭരണം, ഇത് ഹിന്ദു രാഷ്ട്രമാണ്. നിങ്ങൾ എങ്ങോട്ടാണ് ഈ നാടിനെ വഴിതെറ്റിക്കുന്നത്? ഈ നാട് ചിന്തിക്കണം. കോൺഗ്രസിലും ലീഗിനും ഒക്കെയുള്ള സാധാരണക്കാർ, ചിന്താശീലരായിട്ടുള്ള ആളുകൾ, നമ്മുടെ നാടിൻ്റെ സാഹോദര്യം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ചിന്തിക്കണം. ഇവിടെ ഇപ്പോൾ അപകടകരമായിട്ടുള്ള തലമാണ് ജനാധിപത്യത്തിന് സംഭവിച്ചിട്ടുള്ളത്. ജനാധിപത്യം, അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാദം ഉന്നയിക്കുകയുണ്ടായി. ഈ രാജ്യത്ത് ഭൂരിപക്ഷത്തിൻ്റെ മേധാവിത്വമല്ല വേണ്ടത്, പിന്നെയോ നാനാവിഭാഗം ജനങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള ഒരു ജനാധിപത്യം, വ്യത്യസ്തതകൾ പറയാനുള്ള അവകാശമുള്ള ഒരു ജനാധിപത്യ വ്യവസ്ഥ ഈ രാജ്യത്തുണ്ടാകണം. നിങ്ങൾ നോക്കൂ, നമ്മുടെ കേരളത്തിൽ 3 കോടിയിലധികം ജനങ്ങൾ, അതിനേക്കാളും കൂടുതൽ ജനങ്ങൾ UPയിൽ ഉണ്ട് മുസ്ലിങ്ങളായി. ഒറ്റ പാർലമെൻറ്റ് മെമ്പറും UPയിലില്ല മുസ്ലിം ജനവിഭാഗത്തിൽ നിന്നും. ഇങ്ങനെ അപകടകരമായ നിലയിലേക്ക് RSSും സംഘപരിവാരവും രാജ്യത്തെ വഴിതെറ്റിക്കുന്ന അവസരത്തിൽ അതിന് സഹായകരമായ നിലയിൽ അവർക്ക് നല്ല പഞ്ചാരപ്പായസം കുടിച്ച പോലെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം. ലീഗിലെ നേതാവിൻ്റെ പ്രസംഗം പോലെയുള്ള പ്രസംഗങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ RSSകാർക്ക് പഞ്ചാരപ്പായസം കുടിച്ച പോലെയാണ്. രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ RSSകാർക്ക് സൗകര്യം കൊടുക്കുന്ന നിലയിലാണ് ഈ രാജ്യത്തിലെ UDFലെ പാർട്ടികൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗൗരവമായിട്ടുള്ള ആലോചന വേണം. ഇവിടെയാണ് ഇടതുപക്ഷം, അതിന് നേതൃത്വം കൊടുക്കുന്ന CPIM ശക്തിപ്പെടേണ്ട പ്രാധാന്യം. ഞാൻ മറ്റ് വിശദമായ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. സഖാവ് പ്രേംനാഥ് അടക്കമുള്ള നേതാക്കന്മാർ ഇവിടെ പ്രസംഗിക്കാനിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ 9 വർഷക്കാലത്തെ പിണറായിയുടെ ഭരണം, LDFൻ്റെ ഭരണം അല്ലേ? ആ ഭരണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനല്ലേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി, ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കേരളത്തോട് മോദി സർക്കാർ കാണിച്ച ദ്രോഹത്തെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് ഹൈക്കോടതിയിൽ നിന്നൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. നമ്മളെ വയനാട്ടിലെ ദുരന്തത്തെ സംബന്ധിച്ചാണ്. വയനാട് ദുരന്തത്തിന് 1 കൊല്ലമായിട്ട് ഒരു ന്യായപൈസയും കൊടുത്തിട്ടില്ല. ഇപ്പോൾ 2200 കോടി ഉറുപ്പിക ചോദിച്ചപ്പോൾ 260 ഉറുപ്പിക തന്നിരിക്കുക, 260 കോടി. ഇന്ന് ഹൈക്കോടതി മറ്റൊരു വിഷയമാണ് ചർച്ച ചെയ്തത്. ഹൈക്കോടതിയിൽ പെറ്റീഷൻ വന്നു, ആ ദുരന്തത്തിന് ഇരയായവരുടെ കടം എഴുതിത്തള്ളണം. കേന്ദ്ര ഗവൺമെൻറ്റോട് പറഞ്ഞു, അനുകൂലമായിട്ട് നിലപാട് സ്വീകരിച്ചു. ഓരോ കേസ് വിളിക്കുമ്പോഴും മാറ്റി വെക്കും.
ഇന്ന് ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്ക് സഹിക്കാനായില്ല. സഹിക്കുന്നതിൻ്റെ അങ്ങേത്തലയെത്തിയപ്പോൾ അവർ പറഞ്ഞു ഭരണഘടന വായിച്ചിട്ടെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് വക്കീലന്മാർ കോടതിയിൽ വരണം. ഒരു ന്യായപൈസയും സഹായിക്കുന്നില്ല, നമ്മളെ ദ്രോഹിക്കുകയാണ്. കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്നുള്ള ചോദ്യം ഈ കേരളത്തിലെ പൗരന്മാർ ചോദിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നു. കോൺഗ്രസ് മുണ്ടുന്നില്ല, ലീഗ് മുണ്ടുന്നില്ല. ഇവിടെയാണ് കേരളത്തിൻ്റെ താല്പര്യം. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ഭരണത്തെ നിലനിർത്തുക, ഈ സംരക്ഷയെ തുരത്ത് നിലനിർത്തുക എന്നത് കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്കും ആവശ്യമാണ്. ഇന്ത്യക്ക് മഹത്തായ ഒരു സന്ദേശം നൽകുന്ന നിലയിലായിരിക്കണം കേരളീയരുടെ പ്രതികരണം. അതിനുവേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമം നടത്തുമ്പോൾ ഈ നാട്ടിലെല്ലാവരുടെയും പിന്തുണയുണ്ടാവണം. അതിൻ്റെ മുൻപന്തിയിൽ CPIM നിൽക്കണം. പക്ഷേ നമ്മുടെ വലതുപക്ഷം അവർ ചെറുതല്ല. ആ വലതുപക്ഷത്തിൻ്റെ പ്രചരണങ്ങൾ പല വിധത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശദമായി കടന്നു പോകുന്നില്ല. നിങ്ങൾക്കറിയാം, ഏറ്റവും ഒടുവിലിപ്പോൾ ശബരിമല വിഷയം അവരേറ്റെടുത്തിരിക്കുകയാണ്. ശബരിമലയിൽ ഇപ്പോൾ ഓരോ വർഷം കഴിയും തോറും ഭക്തന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് കൂടുതൽ വരുന്ന ഭക്തന്മാർക്ക് സൗകര്യപ്രദമായിട്ടുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ വേണം, റോഡ് വേണം, താമസ സൗകര്യം വേണം, മറ്റ് പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യങ്ങൾ വേണം. അപ്പോൾ കൂടുതൽ വിപുലമായ സൗകര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഭക്തന്മാരുടെ കൂടി പങ്ക് ഏർപ്പാടാക്കുന്നതിന് വേണ്ടി ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. അപ്പോൾ ബഹളം. കോൺഗ്രസ്സുകാർ പറഞ്ഞു ഞങ്ങൾ പങ്കെടുക്കില്ല, BJPക്കാർ പറഞ്ഞു ഞങ്ങൾ ബദൽ സംഗമം നടത്തും. അവിടെയല്ലേ ഒരു ശാന്താനന്ദ സ്വാമി വന്നിട്ട് വർഗീയ പ്രകോപനം സൃഷ്ടിച്ചിട്ടുള്ള പ്രസംഗം നടത്തിയത് അല്ലേ? വിശ്വാസികളെ വഴിതെറ്റിക്കുക, വർഗീയതയിലേക്ക് വഴിതെറ്റിക്കുന്ന പ്രവർത്തനം ആസൂത്രിതമായി നടക്കുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രചരണം എന്താ? അവിടുത്തെ സ്വർണം കാണുന്നില്ല. ശബരിമലയിലെ സ്വർണം കാണുന്നില്ല. ഇത് ആക്ഷേപം ഉന്നയിച്ചത് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന സെപ്റ്റംബർ 20-ന് 3 ദിവസം മുമ്പേ ഒരു പോറ്റിയാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ പോറ്റി പറഞ്ഞു 4 കിലോ സ്വർണം കാണാനില്ല. അപ്പോൾ ഉടനെ ദേവസ്വം ബോർഡിനൊരു വിജിലൻസ് സംവിധാനമുണ്ട്, പോലീസ്. അവർ പോയിട്ട് അന്വേഷിച്ചു, പിന്നാലെ പിടികൂടി. നോക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പെങ്ങളെ വീട്ടിൽ നിന്ന് ഈ കാണാതായ സ്വർണം കണ്ടെത്തിയിരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും കോടതിയിൽ പറഞ്ഞു ഏത് തരത്തിലുള്ള അന്വേഷണവും നടത്തുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യും. അങ്ങനെ സംസ്ഥാന പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുകയാണ് കോടതിയുടെ മേൽനോട്ടം. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഒന്നും മറച്ചു വെക്കാനില്ല. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അപ്പോൾ ഏറ്റവും ഒടുവിലത്തെ സോപ്പ് കുമിളിയാണ് ഈ സ്വർണം കാണുന്നില്ല, അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചു എന്നുള്ള കഥ. എന്തെല്ലാം കഥകൾ വന്നു. മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസരത്തിൽ ഈ കോൺഗ്രസ്സുകാരും ലീഗുകാരും ഒക്കെ പ്രചരിപ്പിച്ചത് ഖുറാൻ പുസ്തകത്തിൽ സ്വർണം കടത്തിയെന്ന, ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി, ഇങ്ങനെയൊക്കെയാണ്. എല്ലാം സോപ്പ് കുമിള പോലെ പൊട്ടിപ്പോയി. ഇപ്പോൾ ശബരിമലയെ സ്വർണം അതും പൊട്ടിപ്പോകും, യാതൊരു സംശയവുമില്ല. LDF ഭരണത്തെ സംബന്ധിച്ച് എല്ലാം സുതാര്യമായിട്ടാണ് നടക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾ അത് ഈ നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സമൂഹത്തിലെ താഴേക്കട ജനവിഭാഗങ്ങൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ അടക്കം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകും. അത് ഈ ഗവൺമെൻറ് കാഴ്ചപ്പാടാണ്, ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടാണ് നമ്മുടെ നാളേക്ക് ആവശ്യം, നമ്മുടെ ഭാവിക്ക് ആവശ്യം. ആ രാഷ്ട്രീയം ജനങ്ങളിലേക്ക് എത്തിക്കണം. വലതുപക്ഷം വലിയ തോതിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. കേരളത്തിലെ പത്രങ്ങളും മാധ്യമങ്ങളും വലിയ പങ്ക് വലതുപക്ഷത്തോടൊപ്പമാണ്. അത്തരം പ്രചരണങ്ങളെ എതിരിടണമെങ്കിൽ എല്ലാ വീടുകളുമായിട്ടുള്ള ബന്ധം അത്യാവശ്യമാണ്. അതുകൊണ്ട് CPM പ്രവർത്തകന്മാരായിട്ടുള്ള ആളുകൾ ബ്രാഞ്ച് പ്രദേശത്തെ എല്ലാ വീടുകളുമായും ബന്ധപ്പെടുക, വലതുപക്ഷത്തിൻ്റെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങളെ വീഴാതിരിക്കാൻ വേണ്ടി അവരെ രാഷ്ട്രീയ പ്രബുദ്ധമാക്കുക. ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തണമെങ്കിൽ ബ്രാഞ്ചിൻ്റെ പ്രവർത്തനം കുറേ കൂടി ശക്തിപ്പെടണം. അതിന് ഇവിടെ നവീകരിച്ച തെയ്യൻ സ്മാരക മന്ദിരത്തിലെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടും. അത് പ്രയോജനപ്പെടുത്തണം എന്നുകൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട്
ഈ പ്രദേശത്ത് CPM-ൻ്റെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ മന്ദിരം സഹായകരമാവട്ടെ എന്ന് ആശിച്ചുകൊണ്ട് അതിനുവേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള എല്ലാവരുടെയും പിന്തുണയുണ്ടാവണം, സഹായമുണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. പ്രിയപ്പെട്ടവരെ, ഏറെ തിരക്കിനിടയിലും നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി വളരെ വിശദമായ രൂപത്തിൽ വളരെ നന്നായി ഈ വിഷയം അവതരിപ്പിച്ച സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് പി ജയരാജേട്ടനോടുള്ള സ്നേഹം നേരുകയാണ്. ഇവിടുത്തെ നിർമ്മാണ കമ്മിറ്റിയുടെ ഉപഹാരമായി സഖാവിന് MTയുടെ ജീവചരിത്രം പുസ്തകം നൽകുകയാണ്. നിർമ്മാണ കമ്മിറ്റിയുടെ കൺവീനർ കൂടിയായിട്ടുള്ള ഗംഗാധരേട്ടനെ അത് നൽകുന്നതിനും സ്വീകരിക്കുന്നതിനും ജയരാജൻ സഖാവിനെ ക്ഷണിക്കും.